സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന മലയാളം മൂവിയുടെ റിവ്യൂ പറയാനാണ് ഞാനും ലിൻഡയും കൂടെ ഇവിടെ വന്നിരിക്കുന്നത്. ദ ഡയറക്ടർ ഈസ് രതീഷ് പൊതുവാൾ, പിന്നെ റൈറ്ററും രതീഷ് പൊതുവാൾ തന്നെയാണ്. പ്രൊഡ്യൂസർ ആവുന്നത് നമ്മുടെ ചാക്കോച്ചൻ്റെ ഉദയ സ്റ്റുഡിയോ ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ, പിന്നെ ഒരാളും കൂടി ഉണ്ട്, സന്തോഷ് കൃഷ്ണ എന്ന് പറഞ്ഞത്. ഇതിനകത്ത് ആക്ടേഴ്സ് വന്നിരിക്കുന്നത് ചാക്കോച്ചൻ, കുഞ്ചാക്കോ ബോബനുണ്ട്, പിന്നെ ദിലീഷ് പോത്തൻ, ചിദംബരം, പിന്നെ സജിൻ ഗോപു, പിന്നെ ജാഫർ ഇടുക്കി, ശരണ്യ നായർ, സുധീഷ്, ഇവരൊക്കെയാണ് മെയിൻ. ഓക്കെ, ആൻഡ് ഹൗ ഇസ് ദ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. നല്ല പടമാണ്, കൊള്ളില്ല എന്നൊന്നുമല്ല, നല്ല പടമാണ്. പക്ഷെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് പറയാൻ. എനിക്കതിനകത്ത് എടുത്തു പറയാനുള്ളത് മെയിനായിട്ടും നമ്മുടെ ജാഫർ ഇടുക്കിയും പിന്നെ നമ്മുടെ അതിനകത്തുള്ള ചിദംബരം പുള്ളി. ഞാനിപ്പോൾ ഏർലിമാണിയുടെ ഒരു ഇന്റർവ്യൂവിൽ ചാക്കോച്ചനും ഈ ചിദംബരം ഇവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളീനെ കാണുമ്പോൾ ഇതിനകത്ത് എന്തൊരു ഡിഫറൻസ് ആണ്. അപ്പം ദാറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ആൻ ആക്ടർ. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റരുത് ഹൗ ഹി ഈസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ചിദംബരം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ആക്ട്രസ് ശരണ്യ നായർ, പുള്ളിക്കാരി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ പ്രധാനമായിട്ട് ഇതിനകത്തെ കൊറിയോ കൊടുത്തിരിക്കുന്നതും അതിനകത്തെ BGMസും ഒക്കെ ആപ്റ്റാണ്. അത് ഡയലോഗ്സും അതിനകത്ത് കുറേ സിറ്റുവേഷൻ കോമഡീസും വളരെ ഇപ്പോൾ ചില നിമിഷങ്ങൾ വന്നിട്ടുണ്ട് കൈയടിക്കാനൊക്കെ തോന്നി. ഞാൻ അവിടെ നിന്ന് തിയേറ്ററിൽ നിന്ന് കൈയടിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചത് ശരിയാണോ കൈയടിക്കുന്നത്, അപ്പോൾ അതായത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുമല്ലോ. പക്ഷെ ഞാനൊരു കൈയടിച്ചപ്പോൾ തന്നെ കുറച്ച് പേര് അതിൻ്റെ ഒപ്പം തന്നെ കൈയടിക്കുന്നുണ്ടായി. കുറേ സിറ്റുവേഷൻസ് അങ്ങനെ. പിന്നെ ടുവേർഡ്സ് ഇന്റർവെൽ അടിപൊളിയായിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അതൊരു പ്രത്യേക രീതിയിലാണ്, നിങ്ങൾ തന്നെ കണ്ട് തന്നെ അത് മനസ്സിലാക്കണം. പിന്നെ അത് കഴിഞ്ഞ് ക്ലൈമാക്സിലോട് കടക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ഇത് ഇപ്പം എന്താ പറയുക, ഒരു ഫാസ്റ്റ് ബേസിൽ എൻഡ് ചെയ്ത പോലെ എനിക്കൊരു തോന്നല്. പിന്നെ എവിടെയോ ചെറിയൊരു രീതിയിലുള്ള ഒരു കണക്റ്റിന്റെ ഒരു പ്രശ്നം പോലെ എനിക്ക് തോന്നി. പക്ഷെ എല്ലാം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ക്ലൈമാക്സിൽ. പക്ഷെ ആ ക്ലൈമാക്സ് അത് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും. ആ ഒരു ക്ലൈമാക്സ് എനിക്ക് ഇനി അത് ആക്സെപ്റ്റ് ചെയ്യണോ, യെസ് അല്ലെങ്കിൽ നോ, അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് വന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ആ ക്ലൈമാക്സ് അത് ഓക്കെ, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ദിസ് ഇസ് മൈ വ്യൂ. അതുപോലെ തന്നെ എൻ്റെ മദറിനും ഗ്രാൻഡ് മദറിനും ഒക്കെ ഇഷ്ടപ്പെട്ടു, പിന്നെ പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു ന്യൂട്രൽ വേണം അവര് പക്ഷെ കണ്ടോണ്ടിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ എങ്ങനെയുണ്ട് ലിൻഡയുടെ അഭിപ്രായം എങ്ങനെയാണ്? മൂവി ശരിക്കും കുറേയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ ചില ആളുകളെ ഒരു പരിധിയുമില്ലാണ്ട് മറ്റുള്ള ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു അനദർ വേർഷൻ അത് അങ്ങനെയാണ് ഇതിനെ കാണിച്ചിട്ടുള്ളത്. അപ്പം അത് ലോ ആൻഡ് ഇപ്പം നമ്മുടെ കൺട്രിയുടെ ലോ ആൻഡ് ഓർഡർ ആയാലും അല്ലെങ്കിൽ ജസ്റ്റിസ് ആയാലും എവിടെയൊക്കെയാണോ ഒരു പൊളിറ്റിക്സ് ആയാലും എവിടെയൊക്കെയാണോ ഒരു കറപ്ഷൻ നിലനിൽക്കുന്നത്, അതിലാരൊക്കെയാണ് ഇരയാവുന്നത്, അവരെങ്ങനെയൊക്കെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, ഏത് എക്സ്റ്റെൻറ്റ് വരെയാണോ അതിൽ നിന്നും ഉളവാകുന്ന ആ വ്യക്തിയുടെ ഒരു വിദ്വേഷം, അല്ലെങ്കിൽ അയാൾ എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നുള്ള ഒരു ആ വ്യക്തി അങ്ങനെയാണ് അതിന് റിയാക്ട് ചെയ്തത്. പക്ഷെ സെയിം രീതിയിലാണോ നമ്മൾ റിയാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതിന്റെ അവസാനം നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ കൊണ്ടുവന്ന് അത് നിർത്തുക. ഇപ്പൊ ഇതിനകത്ത് ആ ഒരു ഹീറോ പരിവേഷം എൻറ്റയർലി ഡിഫറെന്റ്, വളരെ ആ ഒരു ലൈഫിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ആളുടെ ഉള്ളിൽ തന്നെ ഒരു പ്രതിഷേധം ഉളവാകുന്നത് പോലെയാണ്. അപ്പൊ നമുക്കും അങ്ങനെ അത് ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവാണ് എങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പൊ എനിക്ക് അത് ഓക്കെ, അത് ശരിയായില്ല എന്ന് തോന്നി. എന്നുവെച്ചാൽ കുറച്ചും കൂടി അതെനിക്ക് അങ്ങനെ തോന്നി. പക്ഷെ മേ ബി കാണുന്നവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ആ ഹീറോ പരിവേഷം നല്ലതായിരിക്കും. പിന്നെ വൺ ടൈം വാച്ചബിൾ, ഡെഫിനറ്റ്ലി തിയേറ്റർ വാച്ച് മൂവിയാണ്. നിങ്ങൾക്ക് എന്തായാലും പോയി കാണാം. പിന്നെ ചിരിക്കാനുള്ള ചെറിയ ചെറിയ എലമെന്റ്സ് ഡെയിലി ലൈഫിൽ വരുന്ന പോലെ അതിനകത്തുണ്ട്. അങ്ങനെ പിന്നെ ഭയങ്കര ഹീറോ, ഇപ്പൊ റൈഫിൾ ക്ലബിന്റെ പോലത്തേക്കൊന്നും എക്സ്പെക്ടേഷൻ ചെയ്തിട്ട് പോരുത്. അങ്ങനെയല്ല,
അങ്ങനെ വരുന്നില്ല, ചിലർക്ക് വരുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നും മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇറ്റ്സ് എ ഡിഫറെന്റ് വ്യൂ. നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ക്യാരക്ടർ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ ദിലീഷ് പോത്തന്റെ. പുള്ളി എത്ര വണ്ടർഫുൾ ആയിട്ടാണ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അഭിനയിക്കുന്നത് അതിനകത്ത്. എനിക്ക് പുള്ളിയുടെ സംസാരവും ചാക്കോച്ചന്റെ പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ അത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യേണ്ടതാണ്. അത്ര പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ കൊണ്ടുവന്ന് വേറൊരു വ്യക്തിയായിട്ട് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചു എന്നുള്ളതാണ്. അതൊരു ആക്ടറുടെ വിജയമാണ്. ചാക്കോച്ചന്റെ അടിപൊളിയാണ്, ആ പല്ലും ഡിഫറെന്റ്. അതുപോലെ ദിലീഷ് പോത്തൻ, പിന്നെ ഇവരുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട്. ദിലീഷ് പോത്തന്റെയും ചാക്കോച്ചന്റെയും, ഈവൻ ആ മെയ്ഡായിട്ട് വരുന്ന അവരുടെ സീനും നല്ലതാണ്. പിന്നെ ആ ഇതിന്റെ മേലെ നിന്നിട്ട് മറ്റേ ഇതില്ലേ, ഇതിന്റെ മേലെ നിന്നിട്ട് ഒറ്റക്കണ്ണൻ ചേട്ടന്റെ പുള്ളിയുടെ പെർഫോമൻസും നല്ലതായിരുന്നു. എല്ലാവരും അടിപൊളിയാണ്. അതുപോലെ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ഒരാളും കൂടെ വരുന്നുണ്ട്, നമ്മുടെ രാജേഷ്. ഇങ്ങനെ കാണിക്കുന്നില്ലേ, ഇങ്ങനെ കാണിക്കത്തില്ലേ മറ്റേ മീംസ് ഒക്കെ ആയിട്ട് വാട്സാപ്പിലൊക്കെ പ്രചരിപ്പിക്കുന്ന. അപ്പൊ പുള്ളിയും കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ അതിനകത്ത്, നല്ല അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ദിസ് മൂവി എല്ലാവർക്കും കാണാൻ പറ്റുന്നത് തന്നെയാണ്, മസ്റ്റ് വാച്ച് ആണ്. ഞാൻ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം കൂടെയാണ്. OTT വരുന്നതിന് മുന്നേ തിയേറ്ററിൽ പോയി ഒന്ന് കാണും, നല്ല പടമാണ്. എനിവേസ് ഓക്കെ, പടം നല്ലതാണ്. പിന്നെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് നിങ്ങൾ ഡിഫറെന്റ് ഇതിലേക്ക് അതിനെ കൊണ്ടുപോകും, നിങ്ങളുടെ മൈൻഡിനെ. അതെ, അപ്പൊ എല്ലാവരും പോയി കാണുക. നമുക്ക് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അൻടിൽ ദെൻ ബൈ.